എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് തുടരുകയാണ്. ജൂലൈ 17-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിൻ വഴിയും അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് കഴിയുക. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടുതൽ ആളുകൾക്ക് ഈ ഒരു റേഷൻ കാർഡ് ലഭിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാർ സംസ്ഥാനത്ത് ഈ പ്രാവശ്യവും ഓണക്കിറ്റ് പ്രഖ്യാപിച്ചു. ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും ജനങ്ങൾക്ക് ആശ്വാസം ഏകാനും സപ്ലൈകോക്ക് 253 കോടി രൂപ അനുവദിച്ചതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വ്യക്തമാക്കി. ഓണക്കാലത്ത് വിപണി ഇടപെടൽ നടത്തുന്നതിന് 200 കോടി രൂപയും AAY മഞ്ഞ റേഷൻ കാർഡ് വിഭാഗത്തിന് ഓണക്കിറ്റ് നൽകുന്നതിനായി 53 കോടി രൂപയുമാണ് ചെലവഴിക്കുക. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബിന്റെ അഭ്യർത്ഥന പരിഗണിച്ചാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിട്ടുള്ള VD സതീശന്റെ ഇടപെടലിനെ തുടർന്ന് ധനവകുപ്പ് തുക അനുവദിച്ചത്. ആവശ്യമെങ്കിൽ പിന്നീട് കൂടുതൽ തുക അനുവദിക്കാൻ സർക്കാരിനെ സമീപിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്ത് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോ വഴി അവശ്യ സാധനങ്ങൾ ന്യായവിലക്ക് ലഭ്യമാക്കും. ചെറിയ വിലക്ക് പലതരം ഓണക്കിറ്റുകളും വിപണിയിൽ എത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ തുക ഒരുമിച്ച് ഓണവിപണിക്കായി മുമ്പ് അനുവദിച്ചിട്ടില്ല എന്നും അനൂപ് ജേക്കബ് വ്യക്തമാക്കി. സർക്കാരിന്റെ വിപണി ഇടപെടൽ കൂടുതൽ കാര്യക്ഷമമാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമിൽ നിന്നും തുക അനുവദിക്കാനും മന്ത്രി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് പരിമിതമായ തോതിൽ പ്രത്യേക വിഭാഗങ്ങൾക്ക് നേരത്തെ ഓണസഹായങ്ങൾ നൽകിയിരുന്നു എങ്കിലും സംസ്ഥാന വ്യാപകമായി സൗജന്യ ഓണക്കിറ്റ് പദ്ധതി ഉണ്ടായിരുന്നില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കോവിഡ് കാലത്താണ് വൻതോതിൽ കിറ്റ് വിതരണം നടത്തിയത്. പിന്നീട് എല്ലാ ഓണത്തിനും എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സൗജന്യ ഓണക്കിറ്റ് നൽകിയിരുന്നു. എന്നാൽ 2022 മുതൽ മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് ഓണക്കിറ്റ് നൽകി വരുന്നത്. ഇപ്രാവശ്യം PH പിങ്ക് റേഷൻ കാർഡിന് കൂടി ഓണക്കിറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം ഉയർന്നു എങ്കിലും സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ആ ആവശ്യം തള്ളുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് സൗജന്യമായി റേഷൻ കടകളിലൂടെ ഓണക്കിറ്റ് ലഭിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാർ ഒരുപാട് അനർഹരായിട്ടുള്ള ആളുകളുടെ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ സ്വമേധയാ തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അറിയിപ്പ് നൽകുകയും അങ്ങനെ പല ആളുകളും പിഴയോട് കൂടിയിട്ട് തന്നെ റേഷൻ കാർഡ് തിരിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഒരുപാട് ഒഴിവുകളാണ് മുൻഗണനാ വിഭാഗത്തിൽ സംസ്ഥാനത്തുണ്ടായത്. 1.5 ലക്ഷത്തിലധികം ഒഴിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് നികത്തിയിട്ടില്ല എങ്കിൽ കേന്ദ്രം ആ ഒരു വിഹിതം നമ്മുടെ സംസ്ഥാനത്ത് നിന്നും ഒഴിവാക്കും. നമ്മുടെ AAY മഞ്ഞ റേഷൻ കാർഡിനും PH പിങ്ക് റേഷൻ കാർഡിലും ഉള്ള അംഗങ്ങളുടെ എണ്ണത്തിലാണ് ഇത്രയും 1.5 ലക്ഷത്തിന്റെ കുറവ് വരാൻ പോകുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ സർക്കാർ പല തവണയായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടും പല ആളുകളും അപേക്ഷ നൽകിയില്ല. അത് നികത്താനായില്ല. അപ്പോഴാണ് പുതിയ സർക്കാർ വന്നതിന് ശേഷം വീണ്ടും ഈ ഒരു അപേക്ഷ ആരംഭിക്കുന്നത്. നിലവിൽ പരിശോധന, അതായത് അനർഹരായിട്ട് മുൻഗണനാ റേഷൻ കാർഡിൽ കൈവശം വെച്ചവരെ കുറിച്ച് പരിശോധന ഉണ്ടാകുമോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട്. സ്വന്തമായി ആവശ്യത്തിന് 4 ചക്ര വാഹനം, 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 1 ഏക്കറിലധികം ഭൂമി, സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ പെൻഷൻകാർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ, ഇങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയൊരു അന്വേഷണം ഉണ്ടാകില്ല എന്നുള്ളതാണ്. സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഒഴിവുകൾ നികത്തുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഒഴിവുകൾ ഉണ്ടാകുകയാണ് എങ്കിൽ അത് സർക്കാരിന് വലിയ ബാധ്യതയാകും. കേന്ദ്രം ആ ഒരു വിഹിതം വെട്ടിക്കുറക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുതിയൊരു അന്വേഷണം ഇപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിങ്ക് റേഷൻ കാർഡൊക്കെ അനർഹമായിട്ട് കൈവശം വെച്ചവർക്കും ഇപ്പോൾ പേടിക്കേണ്ടതായിട്ടില്ല. അതേസമയം ആരെങ്കിലും ഒറ്റുകൊടുക്കുകയാണെങ്കിൽ, അതേസമയം ആരെങ്കിലും പരാതിപ്പെടുകയാണ് എങ്കിൽ സപ്ലൈ ഓഫീസുകളിൽ നിന്നും നേരിട്ട് അന്വേഷണത്തിനെത്തി അത്തരം കാർഡുകൾ പിടിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്നതും. BPL റേഷൻ കാർഡിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. 17-ാം തീയതി വരെയാണ്. ചിലപ്പോൾ നീട്ടി നൽകിയേക്കാം. എങ്കിലും ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത നീല വെള്ള റേഷൻ കാർഡുള്ളവർ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ മാസത്തെ റേഷൻ വാങ്ങിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നീല റേഷൻ കാർഡിന് 3 കിലോ ഗോതമ്പ് കൂടി ഈ ഒരു മാസം ഉണ്ട്. എല്ലാ റേഷൻ കാർഡിനും ആട്ടയുണ്ട്. അപ്പോൾ ഇതെല്ലാം പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സപ്ലൈകോയിൽ നിന്നും വിഹിതങ്ങൾ വാങ്ങാൻ മറക്കരുത്. 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇതാണ്
റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും മുൻഗണന റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടും നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ.